ഹായ് ഫ്രണ്ട്സ്, സ്വപ്നസഞ്ചാരിയിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോഴേ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു 360 ക്യാമറ നമ്മുടെ RC200 എങ്ങനെ സെറ്റ് ചെയ്യാനാണ്. അതായത് നമുക്ക് യാത്ര പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. 360 ഒന്നീ നമ്മൾ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ജാക്കറ്റിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തോളിൽ വയ്ക്കണം. അപ്പോൾ ഇത് RCയിൽ നമ്മൾ എങ്ങനെ ഇത് മൗണ്ട് ചെയ്യുക എന്നുള്ള ഒരു ചെറിയൊരു ക്ലാമ്പിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അതിപ്പോൾ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ചിലവ് ചുരുക്കി നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഈ ഒരു ഹോളിനകത്താണ് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെടുത്തിട്ടുള്ള 2-3 ക്ലാമ്പ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ക്ലാമ്പ്, ഇതൊരു വാഷറാണ് കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു വാഷർ ഉണ്ടെങ്കിൽ ആ വാഷർ മതിയാവും. ഞാൻ ഈ വലിയ വാഷറില്ലാത്തതുകൊണ്ടാണ് ഈ ചെറിയ വാഷർ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്യാപ്പിനകത്തൂടെ ഇതിഞ്ഞ് കയറിപ്പോരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു വലിയ വാഷർ എടുത്തത്. പിന്നെ ഇതിൻ്റെ ടോപ്പിലിടാനായിട്ട് ഈ ഒരു വാഷറും, പിന്നെ ഇതേപോലെ ഒരു നമ്മളെ ഫാനിൻ്റെ ക്ലാമ്പിൻ്റെ നെറ്റാണ് കേട്ടോ. ഈ ഒരു ഫാൻ ക്ലാമ്പിൻ്റെ നെറ്റാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു നെറ്റ് മതിയാവും. പക്ഷേ ഈ നെറ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് വളയ്ക്കണം. കാര്യം അല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കതൊരു തടസ്സമാവും കേട്ടോ. അതായത് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒന്ന് നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ബെൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഈ ഒരു ക്ലാമ്പ് നമുക്ക് ബെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേപോലെ ഞാനൊന്ന് ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇതെങ്ങനെ വയ്ക്കുമ്പോൾ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടോ, അങ്ങോട്ട് തള്ളി നിൽക്കും. നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തിട്ടൊന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതാണ്. ഉണ്ടാ, നമ്മളിപ്പം അങ്ങോട്ട് ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി ഇതിനൊന്ന് നമുക്ക് എന്തായാലും ഇതറിയാത്ത രീതിക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ടിരിക്കും. നമ്മൾ അഡീഷണൽ ക്ലാമ്പ് മേടിക്കുന്ന ചിലവൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത്. ഇനി എന്തായാലും ക്യാമറ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു ക്ലാമ്പ് നമ്മൾ സെറ്റ് ചെയ്യാണ്. ഇത് സിമ്പിളാണ്, വേറെ ഒന്നുമില്ലതേ. ക്യാമറ ഇങ്ങനെ ഇരിക്കും. ഫ്രണ്ട്സ്, 360 ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. 360 സെറ്റ് ചെയ്ത്, അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ റൈഡിൽ ഇങ്ങനെ 360 നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സിമ്പിളാണ്. വലുതായിട്ട് ഇതിൻ്റെ ആ ഒരു വൃത്തികേടൊന്നുമില്ല. എല്ലാവർക്കും ഇതൊരു സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഡൗട്ടായിരിക്കും, ഇത് വൃത്തികേട് ഉണ്ടാകുമെന്ന്. വൃത്തികേടൊന്നുമില്ല, കണ്ടില്ലേ? നല്ല സിമ്പിളായിട്ടിരിപ്പുണ്ട്. നമ്മൾ ഈ ഊരമ്പോരിന് 8 മാത്രം ഇങ്ങനെ ചെറുതായിട്ടിരിക്കും. അത് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ട്രാവൽ ചെയ്ത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ചെറിയ ഷെയ്ക്കായിട്ടൊക്കെ തോന്നുന്ന എൻ്റെ വീടിൻ്റെ അവിടുത്തെ വഴി വളരെ മോശമാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം അവിടെ ഒരു ക്ഷേത്രമുണ്ട്, പറക്കോണത്ത് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ അതുവരെയാണ് ഞാൻ എന്തായാലും റൈഡ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വഴി ഓടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പോരായ്മകളെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ചെറിയ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു വീഡിയോ. ഇത് ഇനി ലോഡ് ചെയ്താൽ മാത്രമേ അറിയാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനി നല്ല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ക്യാമറ അല്ലാതെ നമുക്കിങ്ങനെ മൗണ്ട് ചെയ്ത് നമുക്കൊരു തടസ്സമില്ലാതെ വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയാണ് ഞാനിത് ചെയ്തത് കേട്ടോ. അപ്പോൾ ക്ഷേത്രം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, 360 സെറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഓൺലൈൻ വഴി ഇത് ഒരുപാട് സാധനങ്ങൾ മേടിക്കാനായിട്ട് കിട്ടും. ഇത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് ചെറിയൊരു ഫാനിൻ്റെ ക്ലാമ്പ് 2 വാഷറും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് RCയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. വലിയ വൃത്തികേട കാര്യങ്ങളൊന്നുമില്ല. അറിയത്ത് പോലുമില്ല ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന്. അത് ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഉപകാരമാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. 360 ക്യാമറയും RCയൊക്കെ ഉള്ളവർക്കൊക്കെ ഏകദേശം ഉള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ക്ലാമ്പൊക്കെ നമ്മൾ 10, 600, 700 രൂപ കൊടുത്തൊക്കെ മേടിക്കണം. ഇത് നമുക്ക് പഴയ ഫാനിൻ്റെ ക്ലാമ്പൊക്കെ നമുക്ക് ഇവിടെ കിടപ്പുണ്ടെങ്കിൽ ആ ഒരു നട്ടും ബോൾട്ടൊക്കെ നമുക്ക് എടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.